ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരുടെയും ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും അടിച്ചു പൊളിച്ചോ? നമ്മുടെ ഓണവും കുഴപ്പമില്ലാണ്ട് തന്നെ പോയി. കഴിഞ്ഞ 1 വീക്ക് കുറച്ച് തിരക്കായി പോയി, അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാഞ്ഞത്. ഇന്നത്തെ വീഡിയോ നമ്മളൊരു സ്റ്റിച്ചിങ് ട്യൂട്ടോറിയൽ അല്ല ഞാൻ പറയുന്നത്, ഒരു സീവിങ് ഹാക്ക് ആണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ലെഹങ്കാസ് ഒക്കെ ആണെങ്കിലും കിഡ്സിന്റെ ഫ്രോക്ക് ഒക്കെ ആണെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, നല്ല വിരിഞ്ഞിരിക്കുന്ന ഒരു പഫ് ലുക്ക് കിട്ടുന്ന രീതിയിൽ. അതിന്റെ റീസൺ എന്താണ്? ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും കുറച്ചു പേർക്കൊക്കെ അതെന്താന്ന് അറിയാൻ പാടില്ലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്കാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ലെഹങ്കനെ പറ്റിയിട്ട് പറയാം. ലെഹങ്ക ആണെങ്കിൽ നമ്മളിപ്പം വെഡ്ഡിങ്സിനൊക്കെ ആയാലും അല്ലെങ്കിൽ എന്തെങ്കിലും മോഡൽ ഷൂട്ട്സിനായാലും എന്തെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ബൊട്ടീക്സിലും ലെഹങ്കയുടെ നമ്മളൊരു ഫൈനൽ ഔട്ട്പുട്ട് കാണുമ്പോൾ നല്ല അത്യാവശ്യം നല്ല വിരിഞ്ഞ് നല്ലൊരു പഫ് ലുക്കിലായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരാനായിട്ടുള്ള 2 റീസൺസ് ആണുള്ളത്. 2 മെത്തേഡ്സിൽ നമുക്കത് അങ്ങനെ ആക്കിയെടുക്കാം. ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ക്യാൻ സ്കേർട്ട് മെത്തേഡാണ്. ക്യാൻ സ്കേർട്ട് എന്ന് പറയുന്നത് ഓൺലൈൻസിലെല്ലാം അവൈലബിൾ ആണ്. ഞാൻ അതിന്റെ പിക്ക് ഈ സൈഡിലൊന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ക്യാൻ സ്കേർട്ട് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വിരിഞ്ഞ് നല്ല കൊട്ട പോലെ ഇരിക്കുന്ന ഒരു സ്കേർട്ടാണ്. അതൊരു പ്രത്യേക പാറ്റേണിലാണ് അതിന്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എല്ലാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ആ ഒരു സ്കേർട്ട് ഇടും, അതിന്റെ പുറത്ത് നമ്മുടെ ലെഹങ്ക ഇടും. അപ്പൊ നമുക്കൊരു പഫ് ലുക്ക് കിട്ടും. ഒന്നാമത്തെ മെത്തേഡ് അതാണ്. അത് നമുക്ക് ഡെയിലി വെയർസിനൊന്നും പറ്റത്തില്ല, അത് ഹാൻഡിൽ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഈ പറയുന്ന പോലെ എന്തെങ്കിലും വെഡ്ഡിങ്സിനും അല്ലെങ്കിൽ എന്തെങ്കിലും ഷൂട്ട്സിനും എന്തെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ ആയിരിക്കും നമ്മൾ അതൊക്കെ യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സ്റ്റിഫ് നെറ്റ് മെത്തേഡ് അല്ലെങ്കിൽ ക്യാൻ നെറ്റ് മെത്തേഡ് എന്ന് പറയും. അത് നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ സ്കേർട്ടിന്റെ ഉള്ളില് അതൊരു നെറ്റാണ്, അത്യാവശ്യം കട്ടിയുള്ള ഒരു ഫാബ്രിക് ആണ്. അത് നമ്മൾ ഇതേപോലെ പ്ലീറ്റ് ഇട്ട് സ്റ്റിച്ച് ചെയ്യും. അപ്പൊ നമ്മുടെ ലെഹങ്കയിൽ തന്നെ ഉള്ളിൽ ലൈനിങ് ഉണ്ടാവുമല്ലോ, ആ ലൈനിങ് കൂടാണ്ട് ഈ നെറ്റ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരു ലൈനിങ്ങും കൂടി ഉണ്ടാവും. ആ ലൈനിങ്ങിലായിരിക്കും നമ്മൾ ഈ സ്റ്റിഫ് നെറ്റ് പ്ലീറ്റ് ഇട്ട് തയ്ക്കുന്നത്. അപ്പോൾ ഈ പ്ലീറ്റ്സ് പല രീതിയിൽ ചെയ്യുന്നവരുണ്ട്. ചിലർ നൈഫ് പ്ലീറ്റ്സ്, അതായത് നോർമൽ പ്ലീറ്റ്സ് ഒക്കെ നമ്മൾ സ്കേർട്ടിനൊക്കെ കൊടുക്കുന്ന പ്ലീറ്റ്സ് ഉണ്ടല്ലോ, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ചിലർ ബോക്സ് പ്ലീറ്റ് ഇട്ട് സ്റ്റിച്ച് ചെയ്യുന്നവരുണ്ട്. ചിലർ ഗ്യാദേഴ്സ് കൊടുക്കും. ഗ്യാദേഴ്സ് ഒക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റിഫ് നെറ്റിന്റെ ഫാബ്രിക്, അതായത് ആ ഒരു തുണി അത്യാവശ്യം നല്ല കട്ടിയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചുരുക്കിടാൻ പാടായിരിക്കും, ഗ്യാദേഴ്സ് കൊടുക്കാൻ പാടായിരിക്കും. അപ്പൊ നമ്മൾ പൊതുവെ അങ്ങനെ അധികം ഗ്യാദേഴ്സ് നമ്മൾ അങ്ങനെ എടുക്കാറില്ല. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ നോർമൽ പ്ലീറ്റ് കൊടുക്കും, അല്ലെങ്കിൽ ബോക്സ് പ്ലീറ്റ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാറാണ് പതിവ്. ഇപ്പൊ സ്റ്റിച്ചിങ്ങിൽ തന്നെ പല പല മെത്തേഡ്സ് ഉണ്ട്. നമുക്കൊരിക്കലും ഇന്ന മെത്തേഡ് ശരിയാണ് അല്ലെങ്കിൽ ഇന്ന മെത്തേഡ് തെറ്റാണ് എന്ന് ഞാൻ പറയില്ല. കാരണം ഓരോരുത്തരുടെ കണ്ണിലും ശരിയാവുന്ന തോന്നുന്ന മെത്തേഡ്സ് ആയിരിക്കും അവർ ചെയ്യുന്നത്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് നല്ല മെത്തേഡ് ഏതാണെന്ന് നമുക്ക് ചൂസ് ചെയ്യാം, അല്ലെ? അപ്പോൾ നമ്മൾ നോർമലി പ്ലീറ്റ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിനെക്കാട്ടിലും ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. സോ ആ മെത്തേഡ് നമുക്കൊന്ന് കാണാം. അതുപോലെ തന്നെ കുട്ടികളുടെ ഫ്രോക്കുകളൊക്കെ ആണെങ്കിലും ഇതേപോലെ തന്നെ നമ്മൾ സ്റ്റിഫ് നെറ്റ് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നെറ്റിന്റെ തന്നെ ലേസ് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെയും വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാറുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മൾ ഈ ലെഹങ്കാസിലും ഫ്രോക്സിലൊക്കെ സ്റ്റിഫ് നെറ്റ് തയ്ക്കുമ്പം എങ്ങനെ നമുക്ക് പ്ലീറ്റ് കൊടുക്കാം എന്നുള്ളതാണ്. സോ അത് നമുക്ക് കണ്ടിട്ട് വരാം. ഇതാണ് ക്യാൻ നെറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് സ്റ്റിഫ് നെറ്റ് എന്ന് പറയാം. ഇത് പല കളേഴ്സിൽ അവൈലബിൾ ആണ് കേട്ടോ. വൈറ്റിലുണ്ട്, ബ്ലാക്കിലുണ്ട്, ക്രീമിലുണ്ട്. ഞാനിവിടെ വൈറ്റ് ആണ് എടുത്തിരിക്കുന്നത്. 3 മീറ്ററോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കട്ടിയുള്ളൊരു ഫാബ്രിക് നെറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൊതുവേ ഞാൻ കണ്ടിരിക്കുന്നത് ഇതേപോലെ നോർമൽ പ്ലീറ്റ്സ് ഇട്ട് ക്യാനി ചെയ്യുന്നതാണ്. അത് തെറ്റാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ അത് ചെയ്ത് കഴിയുമ്പോൾ, നമ്മളൊന്ന് അയൺ ചെയ്ത് കഴിയുമ്പം അതങ്ങ് പതിഞ്ഞു പോകും. ഒത്തിരി ഒരു പഫ്നെസ് ഉണ്ടാവത്തില്ല. അതായത് ഞാൻ സൈഡിൽ നിന്ന് നിങ്ങളെ ഒന്നുകൂടി കാണിക്കാൻ, കണ്ടോ? വളരെ ചെറിയൊരു പഫ്നെസ്സേ ഉണ്ടാവത്തുള്ളൂ. അതിപ്പോൾ നമ്മൾ ഡ്രസ്സ് ഇട്ട് അയൺ ചെയ്ത് കഴിയുമ്പം അതങ്ങ് പതിഞ്ഞു പോകും. കുറച്ചും കൂടി ബെറ്റർ വേർഷനാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. നമ്മൾ ഇതേപോലെ നേരത്തെ ചെയ്തതുപോലെ തന്നെ പ്ലീറ്റ് എടുക്കുക. പക്ഷേ പ്ലീറ്റ് എടുക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം ഇച്ചിരി വീതിക്ക് എടുക്കുക. അതിനുശേഷം അതിനെ സെന്റർ ചെയ്യുന്ന, അതായത് നടുക്കുന്ന് ഒന്നുകൂടി പുറത്തോട്ട് മടക്കുക. ആ മടക്കിയ ഭാഗം തിരിച്ച് അകത്തോട്ട് മടക്കുക. അങ്ങനെ 2 പ്ലീറ്റ് അവിടെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ സൈഡ് ഭാഗം നോക്കിയാൽ കണ്ടോ, കുറച്ചും കൂടി പഫ്നെസ്സിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതായിരിക്കും നമ്മൾ നോർമൽ പ്ലീറ്റ് എടുക്കുന്നതിലും ഒന്നും കൂടി
ബെറ്റർ ആയിട്ടുള്ളൊരു മറ്റൊരു മെത്തേഡാണ് കേട്ടോ. ചിലർ ബോക്സ് പ്ലീറ്റ് ഇട്ട് അടിക്കുന്നവരുണ്ട്, ചിലർ ഗ്യാദേഴ്സ് അടിക്കുന്നുണ്ട്. ഗ്യാദേഴ്സ് ഒക്കെ അടിക്കുമ്പോൾ ഈ ഒരു ഫാബ്രിക്കിന് അത്യാവശ്യം കട്ടിയുള്ളത് കൊണ്ട് കുറച്ച് പാടായിരിക്കും. സോ ഈ ഒരു മെത്തേഡ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. ഇത് അത്യാവശ്യം നല്ലൊരു മെത്തേഡാണ് കേട്ടോ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമോ? ആദ്യം നമ്മൾ ഒന്ന് വീതിക്ക് പ്ലീറ്റ് എടുക്കുന്നുണ്ട്. അതിനുശേഷം എന്താ ഇതേപോലെ പുറത്തോട്ട് മടക്കി, ആ പുറത്തോട്ട് മടക്കിയ ഭാഗത്തിന് വീണ്ടും ഒന്നും കൂടി തിരിച്ച് അകത്തോട്ട് മടക്കി, അതായത് 2 വട്ടം പ്ലീറ്റ് എടുക്കുന്നുണ്ട്. ഒറ്റ പ്ലീറ്റിൽ തന്നെ 2 പ്ലീറ്റ് വരുന്നുണ്ട്. ഇതേപോലെ നമ്മൾ ആദ്യം ഒരു വീതിക്കൊരു പ്ലീറ്റ് എടുത്തു. ഈ വീതിക്കെടുത്ത പ്ലീറ്റിനെ അതിൻ്റെ നടുക്കുന്ന് നമ്മൾ പുറത്തോട്ട് മടക്കി. ഇപ്പോൾ പുറത്തോട്ട് മടക്കുമ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം, പകുതി ഭാഗം പുറത്ത് ചാടിയായിരിക്കും നിൽക്കുന്നത്. ആ പുറത്തോട്ട് നിന്ന ഭാഗത്തെ തിരിച്ച് അകത്തോട്ട് മടക്കി. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നത് കേട്ടോ. അതായത് 2 പ്ലീറ്റ് അവിടെ ഫോം ചെയ്യും. അപ്പം ഞാനിതിപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്തത്. അപ്പം കുറച്ചും കൂടി നല്ല ഹെവി ആയിട്ടൊക്കെ ഇരിക്കണമെങ്കിൽ നിങ്ങൾക്ക് അടുപ്പിച്ച് പ്ലീറ്റ് ഇട്ട് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സ്കേർട്ടിൻ്റെ ഒരു പകുതി ഭാഗം തൊട്ടായിരിക്കും ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ മുകളിൽ നിന്നേ സ്റ്റിച്ച് ചെയ്യത്തില്ല. സ്കേർട്ട് നമ്മൾ ലെഹങ്കയൊക്കെ ഇട്ട് കഴിയുമ്പം, അല്ലെങ്കിൽ ഫ്രോക്സ് ഒക്കെ ആയാലും ഒന്ന് വീർത്തിരിക്കുന്നത് താഴ്ഭാഗത്താണല്ലോ. അപ്പം നമ്മൾ സ്കേർട്ടൊക്കെ ഇടുമ്പോൾ നമ്മുടെ മുട്ടിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അവിടം തൊട്ടായിരിക്കും ആ മുട്ട് തൊട്ട് താഴത്തോട്ടുള്ളൊരു ഹൈറ്റ് എടുക്കും. ആ ഹൈറ്റിലായിരിക്കും നമ്മളിത് സ്കേർട്ടിൽ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ സ്കേർട്ടിൽ നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോൾ പൊതുവെ നമ്മൾ മെയിൻ ഫാബ്രിക് ഉണ്ടാവും, അതിന് താഴെ ഒരു ലൈനിങ് ഫാബ്രിക് ഉണ്ടാവും, പിന്നെ ക്യാൻ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു ലൈനിങ് ഫാബ്രിക്കും കൂടി വെക്കും. അതിനകത്തായിരിക്കും നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൈഡ് വ്യൂ എന്ന് പറയുന്നത്. ഇതെൻ്റെ ഓൾറെഡി ഒരു ലെഹങ്ക സ്കേർട്ട് ഉണ്ടായിരുന്നു, അതിനകത്തോട്ട് ഞാൻ ഇതേപോലെ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങളെ ഒന്ന് ഇട്ട് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ താഴ്ഭാഗത്ത് ഒരു 1 ഇഞ്ച് മുകളിലോട്ട് കയറ്റി വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇത് നമ്മൾ സ്റ്റിഫ് നെറ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുൻപുള്ള വീഡിയോ ആണ്. നിങ്ങൾക്ക് സ്കേർട്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല ഒതുങ്ങിയാണ് കിടക്കുന്നത്. ഇനി ഈ നെറ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ഈ കാണിക്കുന്നത്. ആ ഡിഫറൻസ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും കണ്ടോ, കുറച്ചും കൂടി ഒന്ന് പഫ് ലുക്കായി വന്നിട്ടുണ്ട്. ഇതിൽ കൂടുതൽ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്യാൻ സ്കേർട്ട് ഇട്ടതിന് ശേഷം നിങ്ങളുടെ ലെഹങ്ക ഇടാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.